ഇന്ത്യൻ വംശജയായ യുവതി കൊല്ലപ്പെട്ട നിലയിൽ വളരെ ദുഃഖകരമായ ഒരു സംഭവമായിപ്പോയി. മെരിലാൻഡിൽ ഇന്ത്യൻ വംശജയായ യുവതിയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പുതുവത്സര ദിനത്തിൽ കാണാതായിരുന്ന ഇന്ത്യൻ വംശജയായ യുവതിയെ മെരിലാൻഡിലെ അപ്പാർട്ട്മെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. എല്ലിക്കോട്ട് സിറ്റിയിൽ ഡാറ്റ അനലിസ്റ്റായി ജോലി ചെയ്തിരുന്ന നിഖിത ഗോഡിശാലയാണ് മുൻ കാമുകൻ അർജുൻ ശർമ്മയുടെ അപ്പാർട്ട്മെന്റിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്ക് വെറും 27 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ജനുവരി 2-നായിരുന്നു നിഖിതയെ കാണാതാകുന്നത്. പോലീസിൽ പരാതി നൽകിയത് ഈ കാമുകനായ അർജുൻ തന്നെയായിരുന്നു. ഡിസംബർ 31 രാത്രി നിഖിത തൻ്റെ അപ്പാർട്ട്മെന്റിൽ എത്തിയിരുന്നു എന്നും പിന്നീട് പോയ ശേഷം വിവരമൊന്നും ഇല്ലെന്നുമായിരുന്നു ഇയാളുടെ മൊഴിയും. എന്നാൽ പരാതി നൽകിയതിന് പിന്നാലെ ഡാലസ് വിമാനത്താവളം വഴി ഇന്ത്യയിലേക്ക് കടന്നുകളയുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ജനുവരി 3 അർജുൻ്റെ അപ്പാർട്ട്മെന്റിൽ പരിശോധന നടത്തുമ്പോഴാണ് നിഖിതയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഡിസംബർ 31 വൈകുന്നേരം 7 മണിയോടെയാണ് കൊലപാതകം നടന്നത് എന്നാണ് പ്രാഥമികമായ നിഗമനവും. കൊലപാതകത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമായിട്ടുമില്ല. പ്രതിയെ ഇന്ത്യയിൽ നിന്നും പിടികൂടി തിരികെ അമേരിക്കയിൽ എത്തിക്കുവാനുള്ള നടപടികൾ ഹോവാർഡ് കൗണ്ടി പോലീസ് ആരംഭിച്ചിട്ടുമുണ്ട്. ഇതിനായി US ഫെഡറൽ ഏജൻസികളുടെയും ഇന്റർപോളിന്റെയും സഹായവും തേടിയിട്ടുണ്ട്. വാഷിംഗ്ടൺ DC-യിലെ ഇന്ത്യൻ എംബസി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുമുണ്ട്. കുടുംബത്തിന് ആവശ്യമായ എല്ലാ നയതന്ത്ര സഹായങ്ങളും നൽകുന്നുണ്ടെന്ന് എംബസി പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.